ഇംഫാലിന്റെ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മണിപ്പൂരിൽ വംശീയ കലാപം തുടങ്ങിയ ആദ്യ 36 മണിക്കൂറിനുള്ളിൽ മീട്ടി ക്രിസ്ത്യാനികളുടെ 249 ദേവാലയങ്ങൾ തകർക്കപ്പെടുകയുണ്ടായി. BJP ഗവൺമെന്റോ ദേശീയ BJP നേതൃത്വങ്ങളോ ഇതിനൊന്നുമെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല. ആൾക്കൂട്ടം കൂടി ക്രിസ്ത്യാനികളെ ആക്രമിക്കുക, തോക്ക് ചൂണ്ടി വിരട്ടിയും മർദ്ദിച്ചും മതപരിവർത്തനം നടത്താൻ നിർബന്ധിക്കുന്ന ധാരാളം കേസുകൾ പോലീസ് റെക്കോർഡുകളിൽ പോലുമുണ്ട്. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കുടിയൊഴിക്കലുകളും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്നതും മണിപ്പൂരിൽ വ്യാപകമാണ്. ഇതിനെ അപലപിച്ചുകൊണ്ട് ഓൾ മണിപ്പൂർ ക്രിസ്ത്യൻ ഓർഗനൈസേഷനും രംഗത്ത് വരികയുണ്ടായി. ആരും അറിയാതെ വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് ഇവയിൽ പലതും നടപ്പിലാക്കിയിരിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മണിപ്പൂരിൽ 317 ക്രിസ്ത്യൻ ദേവാലയങ്ങളും 70 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നിയന്ത്രിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളും തകർക്കപ്പെടുകയും 75 ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇതുകൂടാതെ തന്നെ 45,000 ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് വീടും നാടും നഷ്ടപ്പെടുകയും അവരുടെ 6,137 വീടുകൾ തകർക്കപ്പെടുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലുടനീളം ക്രിസ്ത്യൻ വിരുദ്ധ അക്രമങ്ങളിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ 3-4 ഇരട്ടിയായിട്ടാണ് 2017 ശേഷം ഉണ്ടായിട്ടുള്ള വർധനവ്. അതായത് ഹിന്ദുവല്ലാത്ത മറ്റൊന്നിനോടും സഹിഷ്ണുതയില്ല എന്ന് സാരം. തലയിലെ തൊപ്പിയോ പുരോഹിത വസ്ത്രമോ കന്യാസ്ത്രീകളുടെ കുപ്പായമോ ഒക്കെ അങ്ങേയറ്റം സംശയത്തോടെ നോക്കിക്കാണുകയും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ. കണക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്. എത്ര അക്രമം നടന്നു, ആരൊക്കെ കൊല ചെയ്യപ്പെട്ടു എന്ന കൃത്യമായ കണക്കും റിപ്പോർട്ടുകളും ചിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, ഫൂട്ടേജുകളുണ്ട്. തകർക്കപ്പെട്ട, കത്തിക്കപ്പെട്ട, പൊളിച്ചു മാറ്റപ്പെട്ട ദേവാലയങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് ഇത്രയും സംഘടിതമായ അക്രമങ്ങൾക്ക് ശേഷവും മോദി സർക്കാർ എന്ത് ചെയ്തു എന്നാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എവിടെയും അപ്ഡേറ്റ് ചെയ്യാതെ, അതിദീർഘമായ പ്രസംഗങ്ങളിൽ എവിടെയും ഒരു പ്രസ്താവനയും പറയാതെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ അക്രമരംഗത്ത് തനിച്ചാകും വിധമുള്ള രാഷ്ട്രീയത്തെ നാം എന്തു വിളിക്കും?